നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ഓരോ രാശിക്കാർക്ക് പുതുവർഷം എന്ന് പറയുമ്പോൾ 2026 എങ്ങനെയാണ് എന്നാണ് നോക്കണേ. അങ്ങനെ മകരൻ രാശിക്കാർക്ക് 2026 എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മകരൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ: ഉത്രാട നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം. ഈ 2.25 നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മകരരാശി, മകരക്കൂറ്. അപ്പോൾ മകരരാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ പുതുവർഷത്തെ ചിന്തിക്കുമ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെ മലയാളികളുടെ പുതുവർഷമാണ്. ലോകമെമ്പാടുമുള്ള പുതുവർഷമായിട്ട് കാണുന്നത് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ തന്നെയാണ്. അപ്പോൾ 2026 പുതുവർഷം മകരരാശിക്കാർക്ക് എങ്ങനെ എന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണത്തെ കൊടുക്കുന്ന വർഷമാണ്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ പുതുവർഷം വളരെ ഭാഗ്യദായകമായി തീരും. കാരണം ഈ മകരരാശിക്കാർക്ക് കഴിഞ്ഞ പീരീഡുകളിൽ കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് ഏഴരാണ്ട ശനി നടക്കുകയായിരുന്നു. അപ്പോൾ യാത് പുതുവർഷം വന്നാലും ശനിയുടെ ഒരു ബന്ധം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ 7 ശനി പൂർണ്ണമായിട്ട് മാറി. പിന്നെയോ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അനിഷ്ട സ്ഥാനത്താണ്. 6 വ്യാഴം നിൽക്കുന്നു. അപ്പോൾ വ്യാഴനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് അനുകൂലപ്രദമായി തീരും. 6 നിന്ന് മെയ് മാസം കഴിയുമ്പോൾ 7 വരും. പൂർണ്ണ ദൃഷ്ടിയായി ഭഗവാൻ വരികയാണ്. അപ്പോൾ വ്യാഴനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സാധിക്കും. പുതുവർഷം നിങ്ങൾക്ക് വളരെ സക്സസ് ആവാൻ പറ്റും. വ്യാഴനെ പ്രീതിപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം? വിഷ്ണു പ്രീതി വരുത്തി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് കുറേ ശുഭകാര്യങ്ങൾ നടക്കും. ശത്രുത മാറും, അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടും, പലതരത്തിൽ തടസ്സഭാവം കൂടും, സാമ്പത്തിക നഷ്ടം വരും. വ്യാഴമാണ് 6 മറിഞ്ഞു നിൽക്കുന്നത്. ആരെങ്കിലും പൈസ വല്ലതും അയച്ചുകൊണ്ട് പോകണം, നമ്മൾ സഹായിക്കുന്നവർ വരെ നമുക്ക് ശത്രുവാകും. അതിൽ നിന്നെല്ലാം വ്യത്യാസം വന്ന് നമുക്ക് പുരോഗതിയും ഉയർച്ചയും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷപ്രദമായ അവസ്ഥ, അതുപോലെ ഭാര്യാഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതിരിക്കുന്നവർക്ക് ജോലി കിട്ടും. ഇങ്ങനെയുള്ള ശുഭപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. വ്യാഴനെ മാക്സിമം പ്രീതിപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ വിഷ്ണു മന്ത്രം ഉരുവിടണം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ഇല്ലെങ്കിൽ തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ വിഷ്ണുവിൻ്റെ പ്രീതി വർദ്ധിക്കും. നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് ഒരു വിഷ്ണു കവചം നമുക്കുണ്ടാവും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഗുണം വരാൻ വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യാറുണ്ട്. അത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നോട്ടിഫിക്കേഷൻ ലഭിക്കും, നമുക്ക് മറ്റുള്ളവരിൽ അത് എത്തിച്ചേരാനും സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പലയിടത്തും നമ്മൾ കൺസൾട്ടേഷൻ വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വഴുതക്കാടും, അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ, ദുബായിൽ കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് അവിടെ എല്ലാ മാസവും നിശ്ചിത ദിവസം കൺസൾട്ടേഷൻ ഉണ്ട്. അതുപോലെ ദുബായിൽ തന്നെ NTV ചാനലിൽ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 12 മണി മുതൽ 1 മണി വരെ ലൈവ്. അവിടുത്തെ മലയാളികൾക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് വിളിച്ച് അവർക്ക് ആ സമയം അറിയാൻ. അതുപോലെ അമേരിക്ക അതുപോലെയുള്ള സ്ഥലങ്ങളിലും കൺസൾട്ടേഷൻ വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മകരരാശിക്കാർക്കും പുതുവർഷം ഐശ്വര്യപ്രദമായി തീരട്ടെ. നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.